നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുതിർന്ന നേതാക്കളെയെല്ലാം അണിനിരത്താനൊരുങ്ങി ബി.ജെ.പി. 35 മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടിക ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം കേന്ദ്ര നേതൃത്വത്തിന് കൈമാറി. ആദ്യഘട്ടത്തിൽ എ ക്ലാസ് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് നേതൃത്വം ഒരുങ്ങുന്നത്. പാർട്ടി ഏറ്റവും കൂടുതൽ വിജയസാധ്യത കൽപ്പിക്കുന്ന നേമം മണ്ഡലത്തിൽ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ പേരാണ് പട്ടികയിലുള്ളത്. കഴക്കൂട്ടത്ത് മുൻ കേന്ദ്രമന്ത്രി വി. മുരളീധരൻ, കാട്ടാക്കടയിൽ പി.കെ. കൃഷ്ണദാസ്, മഞ്ചേശ്വരത്ത് കെ. സുരേന്ദ്രൻ തുടങ്ങിയവരാണ് പട്ടികയിൽ ഇടം നേടിയിട്ടുള്ളത്. വട്ടിയൂർക്കാവിൽ ആർ. ശ്രീലേഖയുടെ പേരാണ് സജീവ പരിഗണനയിലുള്ളത്. പത്മജ വേണുഗോപാലിന്റെ പേരും പരിഗണനയിലുണ്ട്. നടൻ ജി. കൃഷ്ണകുമാറിന്റെയും പേരും പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ബി.ജെ.പി. സംസ്ഥാന നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന ശ്രീലേഖ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്നാണ് പ്രസ്താവിച്ചിട്ടുള്ളത്. എന്നാൽ കേന്ദ്ര നേതൃത്വം സമ്മർദ്ദം ചെലുത്തിയാൽ ശ്രീലേഖ മത്സരിക്കുമെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി എം. ടി. രമേശിനെ കോഴിക്കോട്ടും തൃശൂരുമാണ് പരിഗണിക്കുന്നത്. മുൻ ഡി.ജി.പി. ജേക്കബ് തോമസിന്റെ പേരും തൃശൂരിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ക്രിസ്ത്യൻ മേധാവിത്വമുള്ള തിരുവല്ല, പാലാ മണ്ഡലങ്ങളിൽ അനൂപ് ആന്റണി, ഷോൺ ജോർജ് എന്നിവരുടെ പേരുകളാണ് പരിഗണിച്ചിട്ടുള്ളത്. ബി.ജെ.പി. മുൻ സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരനെ ചെങ്ങന്നൂർ മണ്ഡലത്തിൽ പരിഗണിക്കുന്നു. പാർട്ടിയുടെ തീപ്പൊരി വനിതാ നേതാവ് ശോഭാ സുരേന്ദ്രനെ കായംകുളത്ത് പരിഗണിക്കുന്നുണ്ട്. കൂടാതെ പാലക്കാട് മണ്ഡലത്തിലും ശോഭയുടെ പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ ശക്തമായ പ്രകടനം കാഴ്ചവെക്കാൻ ശോഭയ്ക്ക് കഴിഞ്ഞതോടെയാണ് കായംകുളത്തും പരിഗണിക്കുന്നത്. പാലക്കാട്ടും ശോഭയുടെ പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാലക്കാട്, വട്ടിയൂർക്കാവ്, ഹരിപ്പാട്, കായംകുളം, അരൂർ എന്നിവിടങ്ങളിലാണ് ശോഭയുടെ പേര് ഉയർന്നു വന്നത്. ഇതിൽ ഹരിപ്പാട് അവരെ മാത്രമേ പരിഗണിച്ചിട്ടുള്ളൂ. വട്ടിയൂർക്കാവിൽ മത്സരിക്കണമെന്ന് ശോഭയ്ക്ക് താൽപര്യമുണ്ടെങ്കിലും ആർ. ശ്രീലേഖയുടെ നിലപാട് കൂടി പരിഗണിക്കും. ഇവിടെ പത്മജയ്ക്കൊപ്പം നടൻ കൃഷ്ണകുമാറും പട്ടികയിലുണ്ട്. ആറ്റിങ്ങലിൽ 2 പേരാണ് പരിഗണനയിൽ. പി. സുധീർ, തിരുവനന്തപുരം ഡെപ്യൂട്ടി മേയർ ജി.എസ്. ആശാനാഥ്, ഒല്ലൂരിൽ ജേക്കബ് തോമസും മത്സരിക്കും. കൊട്ടാരക്കരയിൽ കഴിഞ്ഞ തവണ കെ.എൻ. ബാലഗോപാലിനെതിരെ മത്സരിച്ച കോൺഗ്രസിലെ ആർ. രശ്മിയെ സ്ഥാനാർത്ഥിയാക്കുമോ എന്ന് ബി.ജെ.പി. സ്ഥിരീകരിച്ചിട്ടില്ല. ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്നില്ലെങ്കിൽ പ്രശാന്ത് ശിവനാണ് പാലക്കാട് സാധ്യത. തൃശൂരിൽ തീരുമാനമായില്ല. എറണാകുളത്ത് തൃപ്പൂണിത്തുറയും ആലുവയും കഴിഞ്ഞാൽ മറ്റിടങ്ങളിൽ 2020-ക്കായിരിക്കും കൂടുതൽ സീറ്റുകൾ. മലമ്പുഴയിൽ സി. കൃഷ്ണകുമാറിന്റെ പേരാണ് മുൻതൂക്കം. മിക്കവാറും എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഒരാളുടെ പേരാണ് പട്ടികയിലുള്ളത്. കഴിഞ്ഞ ദിവസം ചേർന്ന തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗമാണ് പ്രാഥമിക സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് രൂപം നൽകിയത്. ഓരോ മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികളെ പരിഗണിച്ചപ്പോൾ പട്ടികയിൽ ഉൾപ്പെട്ടവരെ മാറ്റി നിർത്തി ചർച്ച നടത്തിയതിനു ശേഷമാണ് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പേരുകൾ രേഖപ്പെടുത്തിയത്. പട്ടിക ബി.ജെ.പി. കേന്ദ്ര നേതൃത്വം വിശദമായി പരിശോധിക്കും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടായാൽ ഉടൻ തന്നെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടാനാണ് ബി.ജെ.പി. നീക്കം. മുൻ അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് തന്നെയാവും വീണ്ടും മത്സരിക്കുക. 2016-ൽ 89 വോട്ടിനും 2021-ൽ 855 വോട്ടിനും കൈവിട്ട മണ്ഡലം സുരേന്ദ്രൻ തന്നെ മത്സരിച്ച് പിടിച്ചെടുക്കുമെന്നാണ് കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിനിടെ കോൺഗ്രസ് നേതാവ് ആർ. രശ്മിയുമായി ബി.ജെ.പി. ചർച്ച നടത്തിയതായി സൂചനകൾ. അവരെ കൊട്ടാരക്കരയിൽ എൻ.ഡി.എ. സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കവും സജീവമാണ്. ഇത് സംബന്ധിച്ച് നിലവിൽ തീരുമാനമൊന്നും എടുത്തിട്ടില്ലെന്നാണ് രശ്മിയുടെ പ്രതികരണം. CPM വിട്ടെത്തിയ ഐഷ പോറ്റി കൊട്ടാരക്കരയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. ധനമന്ത്രിയും സ്ഥലം MLA-യുമായ കെ.എൻ. ബാലഗോപാലായിരിക്കും CPM സ്ഥാനാർത്ഥി. മത്സരം കടുക്കുന്ന പശ്ചാത്തലത്തിൽ എതിർപ്പാളയത്തിൽ നിന്ന് ഒരാളെ എത്തിച്ച് കളം പിടിക്കാനുള്ള നീക്കത്തിലാണ് ബി.ജെ.പി. കൊല്ലം ജില്ലാ പഞ്ചായത്ത് മുൻ അംഗമായിരുന്ന രശ്മി മഹിളാ കോൺഗ്രസ് നേതാവ് കൂടിയാണ്. 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ.എൻ. ബാലഗോപാലിനെതിരെ കോൺഗ്രസിൽ നിന്ന് മത്സരിച്ചത് രശ്മി ആയിരുന്നു. 10,814 വോട്ടിനാണ് അന്ന് ബാലഗോപാൽ ജയിച്ചത്. 2016-ൽ ഐഷ പോറ്റി CPM-ന് വേണ്ടി മത്സരിച്ചപ്പോൾ 42,632 വോട്ടിനാണ് ജയിച്ചത്. അന്ന് അഡ്വക്കേറ്റ് സവിൻ സത്യനായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥി. എന്തായാലും ബി.ജെ.പി. കളമറിഞ്ഞാണ് കളിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.